ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ചാനലിൽ ഒരു പുതിയൊരു റെസിപ്പി ഞാൻ നിങ്ങളിൽ ഷെയർ ആക്കി തന്നിട്ടില്ല. അപ്പോൾ ഇത് എത്തിക്കറ് ബീഫ് ರೋ ಪೆಪ್ಸ್ ಅಂತ ಚೆಲ್ಲಾರಲ್ಲೇ ಅದ್ರ ರೆಸಿಪಿ ಐತಿಕ್ರು. അപ്പോൾ ഇത് ನಾನು ನಿಂಗೆ ವ್ಲಾಗಲ್ಲಿ ಕಾಟಿತಿದ್ದೆ. ಇದು ಪೆಪ್ಸ್ ನಿಂಗೆ ಬೀಫ್ ಇಲ್ಲ ಮಟನ್ದು ಲಂಗ್ಸ್ ಐತಿಕ್ರು, ಲಂಗ್ಸ್ ಪಾಟ್ರದು ಐತಿಕ್ರು. അപ്പോൾ ഇത് ಖಾಲಿ ನಾನು ಲಂಗ್ಸ್ ಇರಲಿಲ್ಲ ಹೆಂಗೆ ರೌಂಡ್ ಕ್ರಿಸ್ಪಿ ಟೈಪ್ ಇರೋದು ಮಂಡು, ಬಟ್ ಅದನ್ನ ಇಟ್ಟಿದ್ಲೆ ಜಸ್ಟ್ ಇങ്ങനെ ಮಾತ್ರ ಹಾಕಿತಿರ್ತಾರೆ. അപ്പോൾ അതും ഇട്ടത് കൊടുക്കರೆಂಗೂ കൊടുക്കാം. അപ്പോൾ ನಾನು ಖಾಲಿ ಇದು ಇತ್ರ ಮಾತ್ರ എടുത്തിട്ട് പീസസ് ആക്കിയത് ഇത് നല്ല കലകിത്തൊന്ന് എടുക്കുന്നു. നല്ല മഞ്ഞളും ഉപ്പിട്ടിട്ട് എന്തില്ല ഒരു 10 പട്ട കലകിയും നല്ലമേ. പിന്നെ എനിക്കിത് ബോട്ടിയുടെ പലല്ല മണന്തു ബണ്ടില്ല. ബോട്ടിൻ്റെ ಹೆಂಗೆ കൽകും തോലെ മണം ഇക്കറ് അതിൽ പിന്നെ ആക്കുമ്പോൾ മന ബണ്ട്. അപ്പോൾ ಇದಕ್ಕೆ അങ്ങനെ എന്തുമില്ല, നല്ലൊരു ഫ്ലേവർ ഇക്കറ്. ചിക്കൻ്റെ എരിച്ചിരോ ಮಟನ್ದು അങ്ങനെ ಫ್ಲೇವರ್ ಬಂಡು ನಿಂಕಿದ್ಲು. ಇದು ಹೆಂಗೆ ಹಾಕೊಂಡು ನಂಗೆ ನೋಕಿತ್ತು ಬರ ಫಸ್ಟ್ ಇದ್ರ നല്ല ഒന്ന് കലകിത്ത് എടുത്തിട്ട് അതേപോലെ കുക്കർക്ക് ഇട്ടിട്ട് മഞ്ഞളും ഉപ്പും പിന്നെ ഞങ്ങൾ ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റും ആഡ് ആക്കിരാം. ഇനിയിപ്പോൾ ഞങ്ങൾ ರಾಯತ್ತು മീണ്ടമ്മല ഒഴിக்கிறല്ലേ, മീണ്ട മസാല ഞങ്ങൾ അരച്ച് വെച്ച് തിക്കറ ಅದು ഒരു 2 സ്പൂൺ ഇട്ടിട്ട് കൊടുത്തിരാം. ഇതിലിപ്പോൾ ഞങ്ങൾ നല്ല മിക്സ് ആക്കിയിട്ട് എടുക്കാം. മിക്സ് ആക്കിയിട്ട് ಇದಕ್ಕೆ ಬೇನ್ ಮಾತ್ರ ತೆಲ್ಲು ತಣ್ಣಿ ಬೀತಿ ಕೊಡ್ತೇಂಗೆ ಇತ್ತು. അപ്പോൾ ഇതിൽ തണ്ണി തെല്ല് എക്സ്ട്രാ ബുಡ್ರು പിന്നെ കുക്കറിൻ്റെ ಮೇಲೆ ಡಿಪೆಂಡ್ ಆಯ್ತು ತಿಕ್ಕರು ಅವ್ರ ಅಡಿ പിടിക്കുക ಚಾನ್ಸ್ ಸಿಕ್ಕರು. അങ്ങനെ ಇತ್ತು ಇದಕ್ಕೆ ಎತ್ತರ ತೆಲ್ಲು ತಣ್ಣಿ ಬೇನು ಆ ಥರ ಬೀತಿ ಹೆಂಗೈತೆ. അപ്പോൾ ನಾನು ಇದು ತೆಲ್ಲು ತಣ್ಣಿ ಯಾರ ಬೀತಿತ್ತು ഇങ്ങനെ ഇട്ടിട്ട് ഇതിലൊരു നുറുക്കത്തോറ് മിക്സ് ആക്കിയിട്ട് ഇനി ഇതിൽ നമുക്ക് വിസിലാക്കോ വെച്ച് വിടാം. അപ്പോൾ ഇത് അരിച്ച് ബെന്തത്രമേ ಬೇವು ടൈം എടുക്കരും, ഒരു 20 മിനിറ്റ് അങ്ങനെയെല്ലാം എടുക്കരും. അപ്പോൾ ഇതിലൊന്ന് ಬೆಂದಿತ್ತೂടെ റെഡി ആയിട്ട് ಬಂದರು നോക്കോರು. ഇത് ಬೆಂದಿತ್ತು ಬಂದಲ್ಲಿ പിന്നെ ഇങ്ങനെ കട്ടാക്കോರು, ഇല്ലെങ്കിൽ ഇത് സ്പോഞ്ച് പോലെ ഇക്കറ് നിങ്ങൾക്ക് എന്തും ആക്കോകോല്ല. ഇത് കട്ടാക്കോകു ഇതിൽ കഷ്ടമേ. ഇത് കട്ടിങ് ആക്കുമ്പോൾ അതേപോലെ നല്ല ഷാർപ്പിക്കൊന്നു മൺകത്തി അല്ലെങ്കിൽ സീസറിൽ കട്ടാക്കರೆಂಗೂ. അപ്പോൾ ഇത് ഒന്നുണ്ടല്ലേ നിങ്ങൾക്ക് ഇനി തണ്ണീരോ എരിയ. പിന്നെ ഇവിടെ ഞാൻ നെക്സ്റ്റ് ഒരു ബണ്ണല എടുത്തത്. ಅದಕ್ಕೆ ನಾನಿപ്പോൾ ತೆಲ್ಲು തേങ്ങ എണ്ണ അല്ലെണ്ടെങ്കിൽ റിഫൈൻഡ് ഓയിൽ ഏതും ഒന്ന് ബീത്തിയിട്ട് കൊടുക്കുക. അതിൽ പിന്നെ കായ്മുളക് ഇട്ട് കൊടുത്തോണ്ടല്ലോ. അപ്പോൾ കായ്മുളക് ജണ്ട് കായ്മുളക് ನಾನು ചെറിയ കായ്മുളക് കട്ടാക്കിത്തിട്ട് നല്ല സ്പൈസ് ഉണ്ട്. അതിൽ പിന്നെ ഒരിത്തിൽ ജീരകം പിന്നെ ഒരിത്തിൽ കറിയെല്ലാം ഇട്ടിട്ട് നല്ല ഫ്രൈ ആവുക വെച്ച് വിടാം. അതിൽ ಟಿಮಿತಿൽ ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റും ഇട്ടിട്ട് നല്ലൊന്നിങ്ങനെ വറുത്തെടുക്കുക. അപ്പോൾ ഇതിൽ നല്ലൊരു സ്മെൽ ബರೋಕೆ ಸ್ಟಾರ್ಟ್ ആവറല്ലേ, നല്ലൊരു ഫ്ലേവർ ബರೋಕೆ സ്റ്റാർട്ട് ആവും ഇതിൽ. അപ്പോൾ ഞങ്ങൾ ಇದಕ್ಕೆ നെക്സ്റ്റ് ഒരിത്തിൽ സ്പൈസ് ആഡ് ആക്കി കൊടുക്കുക. അപ്പോൾ ಇದಕ್ಕೆ ಬೇನ್ಮಾയത് മഞ്ഞൾ പൊടി മൈത്തിക്കറ് പിന്നെ ഒരിത്തിൽ പെപ്പർ പൗഡർ ആയിത്തിക്കറ്. അപ്പോൾ ಯಾರ ಸ್ಪೈಸ್ ಬೇನೆಂಗೆ ಯಾರು ಹಾಕಿದ್ದು കൊടുക്കുക നിങ്ങൾക്ക്. അപ്പോൾ ನಾನಿവിടെ ಮಸಾಲೆ എന്തും ചൊമ്മ ಹಾಕಿಕೊಂಡಿಲ್ಲ, ಇದು ಫ್ರೈ ರೆಸಿಪಿ ಐತಿಕ್ಕರು, ತಿಲ್ ಡ್ರೈ ಟೈಪ್ ಫ್ರೈ ಐತಿಕ್ಕರು. അപ്പോൾ ನಾನು ಇದಕ್ಕೆ ಯಾರ ಮಸಾಲೆ എന്തിട്ട് ಒಪ್ಕೊಂಡಿಲ್ಲ. ഇനി നിങ്ങൾക്ക് മസാല ಎಲ್ಲ ಬೇನುಂಟಾಗಿ ಇದಕ್ಕೆ ನೀರುಳ್ಳಿ ತೆಲ್ ಕಟ್ಟಾಕಿ ತಿಟ್ಟಿತ್ತು ಬರ್ತಿಂಗೆ ನಿಂಗೆ ತೆಲ್ ಲೈಟ್ ಆಯ್ತವರು ಗ್ರೇವಿ ಟೈಪ್ ಇರೋರು ಮಸಾಲೆ ಅವರು ಪೆಪ್ಪರ್ ಮಸಾಲ ಅಂತ ಚೆಲ್ಲರಲ್ಲೇ അങ്ങനെ ആക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കുക. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഇങ്ങനെ ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്ന സബ്ലു എന്നോട് തെല്ല് സോയ സോസ് ആഡ് ആക്കിയിട്ടുള്ളേ. ഇത് ആഡ് ആക്കിയിട്ട് നല്ലൊരു ഫ്രൈ ആകും ഞങ്ങൾ വെച്ചിട്ട് പോടാം. അപ്പോൾ ഞങ്ങൾ ഇത് മണ്ണൊരു ബിസലിൽ ആക്കുന്ന സബ്ലു ഇല്ലമ്മേ ഉണ്ടല്ലോ നല്ല ഡ്രൈ ആയിട്ട് ഫ്രൈ ആയിട്ട് പണ്ട്. അപ്പോൾ ഞാൻ ഇതിന് മുച്ചിത്തും വെച്ച് ಬಿಡ್ರೆ. അപ്പോൾ ഞാൻ ചെന്നൽ തെല്ല് ലൈറ്റ് ಗಸಿ പോലെ നിങ്ങൾക്ക് പെപ്പർ മസാല പോലെ ಬೇನುಂಟಾಗಿ ನೀರುಳ್ಳಿ ಒಂದು ಇಡೋರು പിന്നെ ಸೋಯ ಸೋಸು ಇಟ್ಟಿದ್ದು ಕೊಡ್ಕೋರು. അപ്പോൾ ಸೇಮ್ ಇದೇ ಪಲ್ಯ ಹಾಕಿಂಗೈತೆ ನೀರುಳ್ಳಿ ಮಾತ್ರ ಒಂದು ಎಕ್ಸ್ಟ್ರಾ ಆ್ಯಡ್ ಆಕಿತ್ತು ಬರ್ತೇಂಗೈತೆ. അപ്പോൾ ഇവിടെ എല്ലാം ഉപ്പ് ടേസ്റ്റ് എല്ലാം നോക്കിയിട്ട് നിങ്ങൾക്ക് ಬೇನ್ಮಾಯಿಂಗ್ ಅಂದ್ರೆ ಸ್ಪೈಸೆಲ್ಲ ಆ್ಯಡ್ ಹಾಕೋಗಿ ನಿಂಗೆ ಉಪ್ಪು ಆ್ಯಡ್ ಹಾಕೋಗಿ ಐ ಟೈಮ್ಲಿ ಆ್ಯಡ್ ಹಾಕ. പിന്നെ തെല്ല് തണ്ണിന വെച്ചിര ചെന്നിട്ട് ഇത് മണ്ണൊരു ബിസിലെ സബ്ಲು അടി പിടിക്കിരല്ലേ തെൽ ಬೇಗ ಫ್ರೈ ಅವರು അങ്ങനെ ಆಯಿತು. ഒരു തെല്ല് ಇನ್ನೂ ಯಾರು ಫ್ರೈ ಆಗಿ ಬೆಚ್ಚಿ ಬಿಡ್ರೆ. അപ്പോൾ നല്ലൊരു തിക്കായിട്ടുള്ളൊരു മസാല ഒന്ന് റെഡി ആയിരം. അപ്പോൾ ഇതാക്കുക ഇത്രമേ ഉള്ളൂ പണി, ചുമ്മ പണി എന്തില്ല. ജസ്റ്റ് ഒന്ന് ಬೆಂದതൊന്ന് നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ പിന്നെ ಇದಕ್ಕೆ ജസ്റ്റ് ഒരു മസാല എല്ലാം ഇട്ടിട്ട് നിങ്ങൾക്ക് ആക്കി എടുക്കോകു. ചുമ്മ സിമ്പിളായിട്ടുള്ള റെസിപ്പി എത്തിക്കറ്. തിന്നോക്ക് മാത്രം നല്ല അടിപൊളി. നിങ്ങൾക്ക് എരിച്ചിരോ ഇപ്പോൾ പെപ്പറെಲ್ಲ എങ്ങനെ ಹಾಕ್ರಾರೆ ಇರ್ಚಿ ಫ್ರೈ ಎಲ್ಲ ಸೇಮ್ ಟೇಸ್ಟ್ ಸೇಮ್ ಫ್ಲೇವರ್ ಕಿಟ್ಟರು. അപ്പോൾ ഇത്രത്തോളം നിങ്ങൾ ഇത് ട്രൈ ആക്കിയിട്ടില്ലെങ്കിൽ അവർക്ക് ആക്കിയിട്ട് നോക്കൂ. ലാസ്റ്റിಗೆ ಇದಕ್ಕೆ ഗാർണിഷ് ആക്കോക്കുണ്ടല്ലേ കൊത്തമ്പരി ചൊപ്പും തെൽക്കറിയെല്ലാം ഇട്ടിട്ട് ലാസ്റ്റ് ഒരു ബർക്കറെങ്ക് ബർത്തിട്ട് പിന്നെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ಬಿಡೋರು. അപ്പോൾ നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ളൊരു പെപ്സ് റെസിപ്പി ഞാൻ നിങ്ങളുടെ ഷെയർ ആക്കിയത്. ബീഫ് ഹൃദയത്തേക്ക് മട്ടണിലും നിങ്ങൾക്ക് ആക്കോക്കും നല്ല ടേസ്റ്റ് ആയിട്ട് പണ്ട്. ഇതേപോലെ ലിവർ ഗസി എല്ലാം ആക്കರೆಂಗೂ ഇങ്ങനെ ആക്കിത്തെടുക്കുക. ലിവർ ഫ്രൈ അങ്ങനെയെല്ലാം ആക്കರೆಂಗೂ. അപ്പോൾ ഇത് നല്ലൊരു ഫ്ലേവർ കിട്ടും ഇതിൽ. അപ്പോൾ നിങ്ങൾ ഇത്രത്തോളം ആക്കിയിട്ടില്ലെങ്കിൽ അവർക്ക് ആക്കിയിട്ട് നോക്കൂ. അതേപോലെ ഫാമിലി ഫ്രണ്ട്സ്ಗೆ ആർക്കും ಹಿಂಗೆ ആക്കുകയെങ്കിൽ എല്ലാവർക്കും ഷെയർ ആക്കി. അപ്പോൾ ഈ റെസിപ്പി ഒന്ന് നിങ്ങൾക്ക് ലൈക്ക് ആയിരുന്നിരിക്കുക, വീഡിയോ ലൈക്ക് ആയിരുന്നെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ആക്കും മറക്കണ്ട. ഫാമിലി ഫ്രണ്ട്സ്ಗೆ എല്ലാവർക്കും ഷെയർ ആക്കിയിട്ട് കൊടുക്കൂ. അൻറ്റിൽ വി മീറ്റ് നെക്സ്റ്റ് ടൈം ടേക്ക് കെയർ ബൈ ബൈ. അസ്സലാമു അലൈക്കും, അല്ലാഹ് ഹാഫിസ്.